എടാ ഒരു 5000 രൂപ കടം തരുമോ? നാളെ തന്നെ തിരിച്ചു തരാം. ഹേയ്, എനിക്ക് ഇന്ന് എൻ്റെ EMI അടക്കാനുണ്ട്. അതെ, നിങ്ങളുടെ ആ കാർ ഇന്ന് ഒരു ദിവസത്തേക്ക് കടം തരുമോ? ഹേയ്, എനിക്ക് ഇന്ന് കല്യാണത്തിന് പോകാനുണ്ട്. മക്കളെ, ഇതുപോലെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ അത് പോട്ടെ, എനിക്ക് ചെയ്യണം, ഇങ്ങനെയൊക്കെ പറയില്ലേ? ഇങ്ങനെയുള്ള സെൻറ്റൻസുകളൊക്കെ പറയാൻ നമ്മുടെ കയ്യിൽ ഒരു കിഡിലം എന്തുണ്ട്? സെൻറ്റൻസ് മേക്കിംഗ് പാറ്റേൺ ഒരു പ്രയോഗമുണ്ട്. ദാ കണ്ടോളി, അതാണ് എന്ത് തരുമോ? ദാ ഹാവ് ടു, ഹാസ് ടു. എന്താണ് എന്താണ് ഹാവ് ടു, ഹാസ് ടു. ദാ ഹാവ് ടു, ഹാസ് ടു വെച്ചെങ്കിൽ സെൻറ്റൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അർത്ഥം. എന്ത്? എനിക്ക് എന്തെങ്കിലും കാര്യം ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ചെയ്യേണ്ടതുണ്ട്. ഇതാ കണ്ടോളി, ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ ചെയ്യാനുണ്ട്, അല്ലെങ്കിലോ ചെയ്യണം, അല്ലേ? ഇതൊക്കെ പറയാൻ ഒരൊറ്റൊരു പ്രയോഗം. എന്താ അല്ലേ? ഇനിയുള്ള പ്രശ്നം എന്താണെന്നറിയോ? ഇതാ ഹാവ് ടു എവിടെ ഉപയോഗിക്കണം, അതുപോലെ ഹാസ് ടു എവിടെ ഉപയോഗിക്കണം, അതാണല്ലോ പ്രശ്നം. അതും കൂടി കണ്ടോളി. ഇതാ സോൾവ് ആക്കി തരാം. സിമ്പിളാണ്. ഐ, യു, ദേ, വി. അയ്യോ ദേവി, ഇതിൻ്റെ കൂടെ ഹാവ് ടു. എന്താണ്? ഐൻ്റെ കൂടെ ഹാവ് ടു, ഐ ഹാവ് ടു. അതുപോലെ യുവിൻ്റെ കൂടെ ഹാവ് ടു, യു ഹാവ് ടു. അതുപോലെ ദേ, അവർ, അവരുടെ കൂടെ എന്താണ്? ഹാവ് ടു ആണ്. ദേ ഹാവ് ടു. അതുപോലെ വി ഹാവ് ടു. സിമ്പിൾ അല്ലേ? എന്താണ്? ഐ ഹാവ് ടു, യു ഹാവ് ടു, ദേ ഹാവ് ടു, അതുപോലെ വി ഹാവ് ടു. ഇനി ഹാസ് ടു, അതോ അത് ഒരു വ്യക്തിയാണെങ്കിൽ ഇതാ കണ്ടോളി, ഹി ഹാസ് ടു, ഷീ ഹാസ് ടു, അതുപോലെ ഇറ്റ് ഹാസ് ടു. വളരെ സിമ്പിളാണ്, ഒന്നും പഠിക്കണ്ട. ഇതാ സെന്റൻസ് കണ്ടോളി. ഉദാഹരണങ്ങൾ പറയുമ്പോൾ ഒന്നും കൂടി എന്തായി കൂടുതൽ വ്യക്തമാവും. അത് കഴിഞ്ഞ മക്കളെ പിന്നെ നിങ്ങൾ പുലികളാണ്, പുലികൾ. കണ്ടോളി, ഒന്നാമത്തെ സെന്റൻസ് എനിക്കിത് പറയണം. എനിക്ക് എൻ്റെ EMI അടക്കണം. എന്താണ്? എനിക്ക് എൻ്റെ EMI അടക്കണം. അല്ല, എങ്ങനെ പറയാം? എനിക്ക് എൻ്റെ EMI അടക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. എന്താണ്? സിമ്പിളാണ്. ഐ ഹാവ് ടു പേ മൈ EMI. ഐ ഹാവ് ടു പേ മൈ EMI. ഇപ്പം നിങ്ങളോട് ആരെങ്കിലും കടം ചോദിക്കുകയാണ്, അതെ ഒരു 5000 രൂപ എടുക്കാനുണ്ടാവോ? ഹേയ്, ഐ ഹാവ് ടു പേ മൈ EMI. പറഞ്ഞാൽ മതി. എന്താണ്? ഐ ഹാവ് ടു പേ മൈ EMI. എനിക്ക് എൻ്റെ EMI അടക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ EMI അടക്കണം എന്നായി, അല്ലേ? ഐ ഹാവ് ടു പേ മൈ EMI. ഇതാ അടുത്താണ്, നിനക്ക് കോഴിക്കോട് പോകേണ്ടതുണ്ട്. ഞാൻ ഇങ്ങോട്ട് പറയാണ്, അതെ നിനക്ക് കോഴിക്കോട് പോകണം, അല്ലെങ്കിൽ നിനക്ക് കോഴിക്കോട് പോകേണ്ടതുണ്ട് എന്നായി. എങ്ങനെ പറയാം? ദാ സിമ്പിളാണ്. യു ഹാവ് ടു. ഇവിടെ ഉണ്ടോ? യുവിൻ്റെ കൂടെ എന്താണ്? ഹാവ് ടു ആണ്. യു ഹാവ് ടു ഗോ ടു കോഴിക്കോട്. യു ഹാവ് ടു ഗോ ടു കോഴിക്കോട്. ഇന്ന് നിനക്ക് കോഴിക്കോട് പോകേണ്ടതുണ്ട്. ഇന്ന് വേണം ചേർക്കാവുന്നതാണ്. ടുഡേ. ടുഡേ നമുക്ക് ടൈം ഇവിടെയും ചേർക്കാം. വേണമെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ പറയാം, അല്ലാന്നുണ്ടെങ്കിലോ ലാസ്റ്റ് പറയാം. എങ്ങനെയും പറയാവുന്നതാണ് ടൈമുകൾ. ഓക്കെ, സോ യു ഹാവ് ടു ഗോ ടു കോഴിക്കോട്. നിനക്ക് കോഴിക്കോട് പോകേണ്ടതുണ്ട് എന്നായി. ഇനി അടുത്തതാണ് ദാ കണ്ടോളി. അല്ല അവരെവിടെ? ഞാൻ പറയാം ഇങ്ങോട്ട്. അല്ല അവരെവിടെ? അവർ വിളിക്ക്. ഹൈഷ്, അവർക്ക് വേറെ എവിടെയോ പോകാനുണ്ട്. എന്താണ്? അവർക്ക് വേറെ എവിടെയോ പോകാനുണ്ട്. അവരെ വിളിക്കണ്ട, അവർക്ക് വേറെ എവിടെയോ പോകാനുണ്ട്. ഞാൻ പറയാം, ദാ അവർക്ക് എന്ന് പറയുമ്പോൾ ദേ, അല്ലേ? ദേ ഹാവ് ടു ഗോ. വേറെ എവിടെയോ എന്ന് പറയുമ്പോൾ സംവെയർ എൽസ്. എന്താണ്? സംവെയർ എൽസ് എന്ന് പറയാം. ദേ ഹാവ് ടു ഗോ സംവെയർ എൽസ്. അവർക്ക് വേറെ എവിടെയോ പോകാനുണ്ട്. അവരെ വിളിച്ചിട്ട് ഒരു കാര്യമില്ല. ദേ ഹാവ് ടു ഗോ സംവെയർ എൽസ്. ഇതൊക്കെ നിങ്ങൾ പറയണം. ഇനി അടുത്ത് നോക്കാം. ദാ അപ്പം എന്തായി? ഐ, യു, ദേ കഴിഞ്ഞു, അല്ലേ? ഇനി വി നോക്കാം. അടുത്ത സെന്റൻസ് ആണ് ദാ ഞങ്ങൾക്ക് ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കാനുണ്ട് എന്നായി. അപ്പം ഞാൻ ഇങ്ങോട്ട് പറയാണ്, അല്ല നമ്മൾ പുറത്ത് പോയാലോ? അപ്പം നിങ്ങൾ പറയണേ, ഇല്ല, ഞങ്ങൾക്ക് ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കാനുണ്ട് എന്നായി. എങ്ങനെ പറയാം? ദാ കണ്ടോളി, വി ഹാവ് ടു അറ്റൻഡ് എ മീറ്റിംഗ്. വി ഹാവ് ടു അറ്റൻഡ് എ മീറ്റിംഗ്. വി ഹാവ് ടു അറ്റൻഡ് എ മീറ്റിംഗ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും പുറത്തോട്ട് പോകാനോ അല്ലെങ്കിൽ എന്തിനെങ്കിലും വിളിക്കുകയാണ്, അപ്പോൾ നിങ്ങൾക്ക് ഹാവ് ടു വെച്ച് പറയാം. ഹാവ് ടു സിമ്പിളാണ്. എനിക്ക് അവിടെ പോകാനുണ്ട്, അല്ലെങ്കിൽ എനിക്ക് പിന്നെ അവനെ കാണാനുണ്ട്, എന്തെങ്കിലും ഒരു കാര്യം പറയാം. ഐ ഹാവ് ടു, ഐ ഹാവ് ടു, ഐ ഹാവ് ടു, അല്ലേ? സിമ്പിളാണ്. അപ്പോൾ എന്തായി?
ഞങ്ങൾക്ക് ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കാറുണ്ടെന്ന് പറയുമ്പോൾ വി ഹാവ് ടു അറ്റൻഡ് എ മീറ്റിംഗ്. ഈ ഒരു പാറ്റേൺ വെച്ചിട്ട് നിങ്ങൾ ഒരുപാട് സെൻറ്റൻസുകൾ സ്വയം ഉണ്ടാക്കിയിട്ട് പറയണം. അങ്ങനെയാണെങ്കിൽ സാഹചര്യം വരുമ്പോൾ പുഷ്പം പോലെ പറയാൻ കഴിയും. അടുത്ത കണ്ടോളി. ഇനി അടുത്താണ്, അപ്പോൾ നമ്മൾ അയ്യോ ദേവി കഴിഞ്ഞു കേട്ടോ. ഐ യു ദേവി കഴിഞ്ഞു. ഇനിയാണ് ഹാസ് ടു. ഒരു വ്യക്തിയാണെങ്കിൽ കണ്ടോളി, അവൾക്ക് അവളുടെ മരുന്ന് കുടിക്കാനുണ്ട് എന്നായി. അപ്പം ഞാൻ പറയണേ, അതെ അവളെ വിളിക്ക് ഏയ് അവൾക്ക് മരുന്ന് കഴിക്കാനുണ്ട്, അവൾക്ക് മരുന്ന് കഴിക്കാനുണ്ട് എന്ന് പറയാം. അപ്പോൾ ഷീ അല്ലേ, ഷീ ഹാസ് ടു. ഷീൻ്റെ കൂടെ ഹാവ് ടു പറയരുത്, ഷീ ഒരു വ്യക്തി ആയതുകൊണ്ട് ഹാസ് ടു. അപ്പോൾ ഷീ ഹാസ് ടു ടേക്ക് ഹെർ മെഡിസിൻ. ഷീ ഹാസ് ടു ടേക്ക് ഹെർ മെഡിസിൻ. ഷീ ഹാസ് ടു ടേക്ക് ഹെർ മെഡിസിൻ. എടാ നിൻ്റെ അമ്മയെ വിളിക്ക്, മൈ മദർ ഹാസ് ടു ടേക്ക് ഹെർ മെഡിസിൻ. എടാ നിൻ്റെ ഫാദറിനെ വിളിക്ക്, മൈ ഫാദർ ഹാസ് ടു ടേക്ക് ഹിസ് മെഡിസിൻ. ഓക്കെ, അപ്പോൾ മരുന്ന് കഴിക്കാമെന്ന് അർത്ഥം. ഇനി അടുത്താണ് അവന് ഇപ്പോൾ നിന്നെ കാണേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ പറയണം, എക്സ്ക്യൂസ് മീ ഒരു മിനിറ്റ്, അതെ അവന് ഇപ്പോൾ നിങ്ങളെ കാണേണ്ടതുണ്ട് അല്ലെങ്കിൽ കാണണം എന്നൊക്കെ പറയണം. കാണാനുണ്ടെന്ന് പറയാം. കണ്ണുള്ളി, ഹി ഹാസ് ടു മീറ്റ് യു നൗ. ഈ നൗ എന്ന് പറയുന്ന സംഭവം നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം ചേർക്കാവുന്നതാണ്, കുഴപ്പമില്ല. നൗ ഹി ഹാസ് ടു മീറ്റ് യു, അല്ലെങ്കിൽ ഹി ഹാസ് ടു മീറ്റ് യു നൗ. ഹി ഹാസ് ടു മീറ്റ് യു നൗ. എക്സ്ക്യൂസ് മീ, ഡോണ്ട് ഗോ എനിവെയർ. ഹി ഹാസ് ടു മീറ്റ് യു നൗ. എവിടെയും പോകരുത്, കാരണം അവന് നിങ്ങളെ കാണേണ്ടതുണ്ട് എന്നർത്ഥം. ഓക്കെ, ഇതൊക്കെയാണല്ലോ. ഇതും ഓക്കെ. ഇനി അടുത്തതാണ് ഇതിൻ്റെ ഇതൊക്കെ ഓക്കെയാണ് സാറേ ഇതൊക്കെ ഓക്കെയാണ്, പക്ഷേ ഇതിൻ്റെ നെഗറ്റീവ് എങ്ങനെ, അതും കൂടി ഒന്ന് പറഞ്ഞാൽ ഇത് എളുപ്പമായിരുന്നു അല്ലേ. നെഗറ്റീവ് കണ്ടോളി, നെഗറ്റീവ് അടിപൊളിയായിട്ട് പറയാം. ഇവിടെ ഉണ്ട് അതിൻ്റെ ഹെഡിങ്. സൂപ്പറായിട്ട് കണ്ടോളി. കിടക്കണ് എന്താണ് നമ്മൾ ഹാവ് ടു അല്ല, ഹാവ് ടുവിൻ്റെ നെഗറ്റീവ് ആണ് എന്താ, ഡോണ്ട് ഹാവ് ടു. എന്താണ് ഹാവ് ടുവിൻ്റെ നെഗറ്റീവ് എന്താണ്, ഡോണ്ട് ഹാവ് ടു. ഇനി ഹാസ് ടുവിൻ്റെ നെഗറ്റീവ് ആണെന്ത്, ഡസൻറ്റ് ഹാവ് ടു. എന്താണ് ഡസൻറ്റ് ഹാവ് ടു. അതെങ്ങനെ, ഹാസ് ടു അല്ലേ സാറേ, ഹാസ് ടു ആകുമ്പോൾ ഈ ഹാവിന് ഇവിടെ ഹാസ് വരണ്ടേ, ഹാസ് ടു വരില്ല. അതിൻ്റെ കാരണം നമ്മൾ ഇവിടെ കണ്ടോ എസ് ചേർത്തല്ലോ അല്ലേ, ഡസൻറ്റ്. എന്താണ് ഡസൻറ്റ്. ഈ ഡസൻറ്റ് ചേർത്തത് കൊണ്ട് ഇവിടെ ഹാസ് ഉപയോഗിക്കാൻ പാടില്ല, അവിടെ ഹാവ് ഉപയോഗിക്കണം, ബേസ് ഫോം. ഓക്കെ, അപ്പോൾ എന്താണ് ഒന്ന് പറയാം, ഹാവ് ടുവിൻ്റെ നെഗറ്റീവ് ആണ് ഡോണ്ട് ഹാവ് ടു. ഓക്കെ, ഹാസ് ടുവിൻ്റെ നെഗറ്റീവ് ആണ് ഡസൻറ്റ് ഹാവ് ടു. അത് ഓക്കെ ആണല്ലോ, ഓക്കെയാണ്. ഇനി പോരി, ഇനി ആ ഒരു പഴയ നിയമമുണ്ട്, ഏതാണ്, അയ്യോ ദേവി. ഇത് ഇവിടെയുണ്ട്. ഇതാകണോളി, ഐ യു ദേവിയാണ് എന്ത്, ഡോണ്ട് ഹാവ് ടുവിൻ്റെ മുന്നേ ഉപയോഗിക്കേണ്ടത്. I don't have to. You don't have to. They don't have to. അതുപോലെ we don't have to. ഇനി doesn't ആണെങ്കിലോ he doesn't have to. She doesn't have to. അതുപോലെ it doesn't have to. ഓക്കെ, സിംഗുലർ ഒരു വ്യക്തിയാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി. ഇത് ഓക്കെയാണ്. ഇതിൻ്റെ മലയാളം അർത്ഥമാണ് ചെയ്യാനില്ല എന്നാണ്, ചെയ്യാനില്ല. അതെ, നിനക്ക് ഇന്ന് അവിടെ പോകാനില്ല പോരെ, ചില്ലെന്ന്. അതെ, നിനക്ക് ഇന്ന് അവിടെ പോകേണ്ടതില്ല. ഓക്കെ, ഇതുപോലെ നമ്മൾ നെഗറ്റീവ് പറയുമ്പോഴാണ് എന്താ പറയുക, ചെയ്യേണ്ടതില്ല അല്ലെങ്കിൽ ചെയ്യാനില്ല എന്ന് പറയുമ്പോഴാണ് ഈ കാണുന്ന ഡസൻറ്റ് ഹാവ് ടു, ഡോണ്ട് ഹാവ് ടു ഉപയോഗിക്കുക. ഉദാഹരണം കണ്ടോളി. ഉദാഹരണം കണ്ടു കഴിഞ്ഞാൽ ഓക്കെയാണ്. പോരി. ഒന്നാമതാണ്, എനിക്ക് എവിടെയും പോകാനില്ല. അതെ, നിനക്ക് എവിടെയോ പോകാനുണ്ടല്ലോ. അതെ, എനിക്ക് എവിടെയും പോകാനില്ല, അത്രേ ഉള്ളൂ. എനിക്ക് എവിടെയും പോകാനില്ല എന്ന് പറയാ. ഐ ഡോണ്ട് ഹാവ് ടു ഗോ എനിവെയർ. എന്താണ്, ഐ ഡോണ്ട് ഹാവ് ടു ഗോ എനിവെയർ. ഐ ഡോണ്ട് ഹാവ് ടു ഗോ എനിവെയർ. എനിക്ക് എവിടെയും പോകാനില്ല. അല്ല പിന്നെ എനിക്ക് എവിടെയും പോകാനില്ല. അടുത്ത ഉദാഹരണം കണ്ടോളി. ഇനി നമുക്കൊരു യു വെച്ച് പറയാം. നിനക്ക് ഇന്ന് അവിടെ പോകേണ്ടതില്ല. അതെ, നിന്നോട് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇന്ന് നിനക്ക് അവിടെ പോകണമെന്ന്. അതെ, അതുകൊണ്ട് ഇന്ന് നിനക്ക് അവിടെ പോകേണ്ടതില്ല, അത്രേ ഉള്ളൂ. ഇന്ന് നിനക്ക് അവിടെ പോകേണ്ടതില്ല പോരെ. ഞാൻ പറയാം, യു ഡോണ്ട് ഹാവ് ടു ഗോ ദെയർ ടുഡേ. എന്താണ്, യു ഡോണ്ട് ഹാവ് ടു ഗോ ദെയർ ടുഡേ എന്ന് പറഞ്ഞോളൂ. യു ഡോണ്ട് ഹാവ് ടു ഗോ ദെയർ ടുഡേ. വേണമെങ്കിൽ
ഈ ടുഡേ അതുണ്ടല്ലോ, അത് നിങ്ങൾക്ക് ആദ്യം പറയാവുന്നതാണ്. ഇങ്ങനെ ടുഡേ യു ഡോണ്ട് ഹാവ് ടു ഗോ ദെയർ. ടുഡേ യു ഡോണ്ട് ഹാവ് ടു ഗോ ദെയർ. ഓക്കെ ആണോ? ഓക്കെ ആണോ? അല്ല, കുഴപ്പമില്ല. അടുത്ത് നോക്കി, ഇനിയുണ്ട്, കഴിഞ്ഞിട്ടില്ല. അവിടെ നിൽക്കി നിങ്ങൾ. ദാ അടുത്ത കണ്ടോളി, ഡേ. യെസ്. അടുത്താണ് അവർക്ക് ഇന്ന് മീറ്റിങ്ങിൽ പങ്കെടുക്കേണ്ടതില്ല എന്നാണ്. അവർക്ക് ഇന്ന് മീറ്റിങ്ങിൽ പങ്കെടുക്കേണ്ടതില്ല. അതെ, അവരോട് പോകാൻ പറയൂ. അവർക്ക് ഇന്ന് മീറ്റിങ്ങിൽ പങ്കെടുക്കേണ്ടതില്ല, പോകാൻ പറയൂ അവരോട്. അത് പറയാം, അവർക്ക് ഇന്ന് മീറ്റിങ്ങിൽ പങ്കെടുക്കേണ്ടതില്ല പറയുമ്പോൾ ദേ ഡോണ്ട് ഹാവ് ടു അറ്റൻഡ് ദ മീറ്റിംഗ് ടുഡേ. അല്ലെ, അവർ, ദേന്റെ കൂടെ ഡോണ്ട് ഹാവ് ടു എന്നാണ്. ദേന്റെ കൂടെ ഡോണ്ട് ഹാവ് ടു. എന്തായി? ദേ ഡോണ്ട് ഹാവ് ടു അറ്റൻഡ് ദ മീറ്റിംഗ് ടുഡേ. ഇന്ന് അവർക്ക് മീറ്റിങ്ങിൽ പങ്കെടുക്കേണ്ടതില്ല എന്നായി. അത് നോക്കിയാലോ. ഇനി വി നോക്കാം. വി ഇപ്പോൾ നമുക്ക് ആരെയും കാണേണ്ടതില്ല. അല്ലേ? അതെ, ഇയാൾ പറഞ്ഞല്ലോ ഇപ്പോൾ നമുക്ക് ആരൊക്കെയോ കാണേണ്ടതുണ്ട് അല്ലേ? പറഞ്ഞല്ലോ. അതെ, ഇപ്പോൾ നമുക്ക് ആരെയും കാണേണ്ടതില്ല എന്ന് പറയാം. ഇപ്പോൾ നമുക്ക് ആരെയും കാണേണ്ടതില്ല പറയുമ്പോൾ നൗ വി ഡോണ്ട് ഹാവ് ടു മീറ്റ് എനിവൺ. എന്താണ് വീണ്ടും കൂടെ ഡോണ്ട് ഹാവ് ടു. അല്ലേ? നൗ വി ഡോണ്ട് ഹാവ് ടു മീറ്റ് എനിവൺ. ഇപ്പോൾ നമുക്ക് ആരെയും കാണേണ്ടതില്ല. സിമ്പിൾ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണ്. ഇനി നമുക്ക് ഒന്നുകൂടി നോക്കാം. എന്താണോ? ഡസൻറ്റ് ഹാവ് ടു. അല്ലേ? ഇതുവരെ നമ്മൾ എന്തായി? ഡോണ്ട് ഹാവ് ടു. അപ്പോൾ ഡസൻറ്റ് ഹാവ് ടു ഒരു വ്യക്തിയാണെങ്കിൽ കണ്ടോളി, അവൾക്ക് ഇവിടെ വരേണ്ടതില്ല. അതെ, അവളെ വിളിക്കണ്ട. അതെ, അവൾക്ക് ഇവിടെ വരേണ്ടതില്ലല്ലോ, അതിൻ്റെ ആവശ്യമില്ല. എന്താ വിളിക്കുന്നേ? അവൾക്ക് ഇവിടെ വരേണ്ടതില്ല, അത്രേ ഉള്ളൂ, വിളിക്കണ്ട. അപ്പോൾ പറയാം, ഷീ ഡസൻറ്റ് ഹാവ് ടു. ഇവിടെ കണ്ടോ, ഷീ ആയതുകൊണ്ട് നമ്മൾ ഡോണ്ട് ഹാവ് ടു അല്ല ഉപയോഗിക്കുക, ഡസൻറ്റ് ഹാവ് ടു എന്നായി. ഷീ ഡസൻറ്റ് ഹാവ് ടു കം ഹിയർ. ഇനി ഞാൻ പറയാണ്, അവന് നിങ്ങളെ കാണേണ്ടതില്ല. പോരെ? എന്താണ്? അവന് നിങ്ങളെ കാണേണ്ടതില്ല എന്ന് പറയാം. ഹി ഡസൻറ്റ് ഹാവ് ടു മീറ്റ് യു. അവന് നിങ്ങളോട് സംസാരിക്കേണ്ടതില്ല എന്ന് പറയാം. ഹി ഡസൻറ്റ് ഹാവ് ടു ടോക്ക് ടു യു. എന്താണ്? ഹി ഡസൻറ്റ് ഹാവ് ടു ടോക്ക് ടു യു. ഇതുപോലെ ഒരുപാട് സെൻറ്റൻസുകൾ മക്കളെ നിങ്ങൾക്ക് സ്വയം ഉണ്ടാക്കാൻ കഴിയും. ഒരു കാര്യം ചെയ്യുക, കൊമൻറ്റ് ബോക്സിൽ നിങ്ങളുടേതായിട്ടുള്ള ഒരു 5-6 സെൻറ്റൻസ് എഴുതി അയക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ബൂസ്റ്റർ എന്ന് പറയുന്ന ആ ബുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അതിൽ 142 ഓപ്പൺ ചെയ്യുക. അതിൽ വളരെ മനോഹരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിക്കുക, അത്രേ ഉള്ളൂ. താങ്ക് യു എവരിവൺ.